KPCC പുനഃസംഘടനയിൽ വളരെ കരുതലോടെ നീങ്ങാൻ ദേശീയ നേതൃത്വം തിടുക്കപ്പെട്ട് കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് ഗുണം ചെയ്യില്ല എന്നാണ് ഹൈക്കമാൻഡിൻ്റെ ഒരു നിരീക്ഷണം. ചർച്ചകൾക്കിടെ നേതാക്കൾ ഇന്ന് തിരുവനന്തപുരത്ത് കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഷെവീദ് റാവുത്തർ ചേരുന്നു തിരുവനന്തപുരത്ത്. ഷെവീദ്, ഗുഡ് മോർണിംഗ്. കൂടുതൽ വിവരങ്ങൾ. കെ സുധാകരനെ മാറ്റുന്നത് കൊണ്ട് ഗുണത്തേക്കാൾ കൂടുതൽ കുഴപ്പമുണ്ടാകും എന്നുള്ള രീതിയിലുള്ള സംഭവങ്ങളാണ് വരുന്നത്, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽ വന്ന ഈ നേരത്ത്. വെരി ഗുഡ് മോർണിംഗ്. എസ്കൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോഴത്തെ നേതൃമാറ്റം പാർട്ടിയിലും അതേപോലെ തന്നെ ജനങ്ങൾക്കിടയിലും ചില ആശയക്കുഴപ്പങ്ങൾക്ക് വഴിവെക്കും എന്നുള്ളൊരു വിലയിരുത്തൽ AICC നേതൃത്വത്തെ സംബന്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കഴിഞ്ഞ ദിവസം മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കെ സുധാകരൻ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. മാത്രവുമല്ല, ഈ KPCC പുനഃസംഘടനയിൽ കരുതലോടെ നീങ്ങിയില്ലെങ്കിൽ അത് തിരിച്ചടിയാകും എന്നുള്ളതാണ് നിലവിലത്തെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ എല്ലാ നേതാക്കളുമായും ഹൈക്കമാൻഡ് വീണ്ടും കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകളിൽ നേതൃത്വത്തിന് അതൃപ്തിയുണ്ട് എന്നുള്ളതാണ് വിവരം. DCCകളിൽ കാര്യമായ പുനഃസംഘടനയ്ക്കാണ് നിലവിലിപ്പോൾ ആലോചിക്കുന്നത്. ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ഇന്ന് നേതാക്കളെല്ലാം ഒരേ വേദിയിലെത്തുന്ന ഒരു പരിപാടിയുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരെ രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന സംവിധാൻ ബച്ചാവോ റാലിയിലും തുറന്നിറക്കുന്ന പൊതുസമ്മേളനത്തിലുമാണ് നേതാക്കൾ ഒരുമിക്കുക. തിരുവനന്തപുരം പുത്തരിക്കണ്ട മൈതാനത്ത് നടക്കുന്ന ചടങ്ങിൽ AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. KPCC അധ്യക്ഷൻ കെ സുധാകരൻ അധ്യക്ഷനാവുന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, AICC ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി തുടങ്ങിയ എല്ലാ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളും പങ്കെടുക്കും. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പടിവാതിക്കൽ വന്ന് നിൽക്കുകയാണ്. ഈ സമയത്ത് നേതൃതലത്തിലുണ്ടാകുന്ന ആശയക്കുഴപ്പം അത് കാര്യമായ പ്രശ്നമുണ്ടാക്കും. മാത്രവുമല്ല, ഇതിനോടകം തന്നെ AICC കൊടുത്തിരിക്കുന്ന ഒരു നിർദ്ദേശം അതായത് അടുത്ത ടേൺ എന്ന് പറയുന്നത് കേരളത്തിൽ കോൺഗ്രസിന് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന ഒരു ടേൺ ആണ്. ആ ഒരു വിക്കറ്റ് അത് ഏതെങ്കിലും തരത്തിൽ പാഴാക്കി കളയരുത് എന്നുള്ളൊരു കർശന നിർദ്ദേശം AICCയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. ഏതായാലും നേതൃമാറ്റം സംബന്ധിച്ച് വീണ്ടും ദീപദാസ് മുൻഷി ഒരുപക്ഷെ നാളെയോ മറ്റന്നാളെയോ തന്നെ കെ സുധാകരനുമായി ഒരിക്കൽ കൂടി കൂടിക്കാഴ്ച നടത്തും എന്നുള്ള സൂചനകളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. SK.